ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ റീടാറിംഗ് പുനരാരംഭിച്ചു. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പൊയ്യ ലോ കോളേജിലെ റാഗിംഗ് വിവാദം. കേസ് എടുക്കേണ്ടതില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തിട്ടില്ലെന്ന ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണിത്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ്സോടിച്ച KSRTC ഡ്രൈവറുടെ ലൈസൻസിന് അയോഗ്യത. നോർത്ത് പറവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഡ്രൈവർ ഷാനിലിന്റെ ലൈസൻസാണ് 1 മാസത്തേക്ക് അയോഗ്യത കൽപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ചലച്ചിത്ര നടി മഞ്ജു വാര്യരുടെ മൊഴി കോടതി രേഖപ്പെടുത്തി. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. വിപണിയിൽ മായം കലർന്ന ശർക്കര സുലഭം. ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്താൻ തുടർ പരിശോധനകളും കൂടുതൽ സംഘങ്ങളും വേണമെന്ന ആവശ്യം ശക്തം. പുലിക്കളി കലാകാരൻ ചാത്തുണ്ണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. വിട പറഞ്ഞത് പുലിക്കളിയിലെ കാരണവർ. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ റീടാറിംഗ് പുനരാരംഭിച്ചു. വാഹനങ്ങൾ നിയന്ത്രിക്കുമെന്ന കളക്ടറുടെ പ്രഖ്യാപനം ഫലം കണ്ടില്ല. ജനങ്ങളുടെയും യാത്രക്കാരുടെയും ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് കുതിരാനിൽ റീടാറിംഗ് ആരംഭിച്ചത്. എന്നാൽ മിക്സിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വ്യാഴാഴ്ച ടാറിംഗ് മുടങ്ങിയിരുന്നു. മെഷീൻ തകരാർ പരിഹരിച്ചതോടെ ടാറിംഗ് വെള്ളിയാഴ്ച പുനരാരംഭിച്ചു. അതേസമയം ടാറിംഗ് നടക്കുന്നതിനാൽ വലിയ ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ഫലം കണ്ടില്ല. ഇത് സംബന്ധിച്ച് കളക്ടറുടെ നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കാതിരുന്നതാണ് കാരണം. ടാറിംഗ് നടക്കുമ്പോഴും ഈ പാതയിലൂടെ കണ്ടെയ്നർ, ലോറി അടക്കമുള്ള നിരവധി ചരക്ക് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ കടന്നുപോയത്. തൃശൂർ പാലക്കാട് ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ്. വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഗതാഗതയോഗ്യമല്ലാതായ തൃശൂർ പാലക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്രാ ദുരിതം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരവുമായി രംഗത്തെത്തിയത്. പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ പട്ടിക്കാട് സെന്ററിൽ വിചാരണ യോഗം നടത്തി. തുടർന്ന് നടന്ന ഉപരോധ സമരം DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച ജോസ് വള്ളൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുമെന്നും പറഞ്ഞു. 30 മാസം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഈ നിർമ്മാണം 10 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല 292 ആളുകൾ പിടഞ്ഞു വീണ് മരിച്ച ഒരവസ്ഥയിലേക്ക് ഈ ദേശീയപാത മാറിയിരിക്കുന്നു. ഏത് സകല സമരങ്ങൾ സംഘടിപ്പിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഇതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ഇനിയും തീരുമാനമെങ്കിൽ ഈ റോഡിലൂടെ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ മറ്റു റോഡിലൂടെ യാത്ര ചെയ്യുന്ന പിണറായി വിജയനെ പോലെയുള്ള നേതാക്കന്മാർ, BJPയുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരുടെ വഴി ഞങ്ങൾ തടയും. നിങ്ങളെ വഴി തടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട് സന്ധിയില്ലാത്ത സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ പ്രകടമായ അടയാളമാണ് ഈ ഉപരോധ സമരമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ KMC കമ്പനിയുമായുള്ള സർക്കാരിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിന് പ്രധാന കാരണമെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. യോഗത്തിന് ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു. മുദ്രാവാക്യങ്ങളുമായി നിരന്ന പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഇതോടെ ദേശീയപാതയിലൂടെയുള്ള വാഹന ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. തുടർന്ന് മിനിറ്റുകൾ മാത്രം നീണ്ട ഉപരോധ സമരം പോലീസിന്റെയും നേതാക്കളുടെയും ഇടപെടലോടെ അവസാനിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഷിജു വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TJ സനീഷ് കുമാർ, ഭാസ്കരൻ, KF ഡൊമിനിക്, കോൺഗ്രസ് ഒലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്ജു സെബാസ്റ്റ്യൻ, KL ജെയ്സൺ, KP എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV തൃശൂർ.
പൊയ്യ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തിട്ടില്ലെന്ന ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് കേസ് എടുക്കേണ്ടതില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. ലോ കോളേജിലെ ആന്റി റാഗിംഗ് സമിതി തെളിവില്ലെന്ന നിഗമനത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് കേസ് എടുക്കാൻ പോലീസിന് നിയമപരമായ തടസ്സം ഉണ്ടെന്നാണ് വാദം. ആന്റി റാഗിംഗ് സമിതിയുടെ കണ്ടെത്തലും റിപ്പോർട്ട് മറികടന്ന് കേസെടുത്താൽ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ഉപദേശം ലഭിച്ചിട്ടുള്ളത് എന്നാണ് സൂചന. വിദ്യാർത്ഥിനിയെ റാഗിംഗ് നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞ ദിവസം KSUവിന്റെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ച KSRTC ഡ്രൈവറുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ചിറായി സ്വദേശി ഷാനിലിന്റെ ലൈസൻസാണ് അയോഗ്യത കൽപ്പിച്ചത്. യാത്രക്കാരന്റെ പരാതിയെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. നോർത്ത് പറവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവർ SN പുരത്ത് എത്തിയപ്പോഴാണ് മൊബൈലിൽ സംസാരിച്ചത്. ബസ്സിലെ ഒരു യാത്രക്കാരൻ ഇത് പകർത്തി എൻഫോഴ്സ്മെന്റ് RTO ഷാജി മാധവന് നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ സംഭവം വാസ്തവമാണെന്ന് തെളിഞ്ഞു. ഇതേ തുടർന്നാണ് ലൈസൻസിന് 1 മാസത്തേക്ക് അയോഗ്യത കൽപ്പിച്ചത്. ഡ്രൈവറോട് 1 ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ചലച്ചിത്ര നടി മഞ്ജു വാര്യരുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് മഞ്ജു വാര്യർ 164 മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ മഞ്ജു വാര്യരുടെ മൊഴി തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് DYSP CD ശ്രീനിവാസൻ രേഖപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരടക്കം 2 പേരുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു. സംവിധായകൻ ശ്രീകുമാർ മേനോൻ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായും ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യർ DGPക്ക് നൽകിയ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. നടി മഞ്ജു വാര്യരുടെ മൊഴി കഴിഞ്ഞ 27-ാം തീയതിയാണ് അന്വേഷണ സംഘം എടുത്തിരുന്നത്. ഇതിന് തുടർച്ചയായാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തത്. വിപണിയിൽ മായം കലർന്ന ശർക്കര സുലഭം. ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്താൻ തുടർ പരിശോധനകളും കൂടുതൽ സംഘങ്ങളും വേണമെന്ന ആവശ്യം ശക്തം. പല നിറത്തിലുള്ള ശർക്കര വിപണിയിലുണ്ട്. മഞ്ഞ, നേർത്ത മഞ്ഞ, കടും മഞ്ഞ, കാപ്പി കളർ, ബ്രൗൺ തുടങ്ങി നിരവധി നിറമാണ് ശർക്കരയ്ക്ക്. എങ്ങനെയാണ് ശർക്കരയ്ക്ക് നിറം മാറുന്നത്? ഏതാനും മാസം മുമ്പ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശർക്കരയിലെ മായം സംബന്ധിച്ച് പരിശോധന നടത്തിയിരുന്നു. ടാർട്രാസിൻ, കാർമോയ്സിൻ, റോഡമിൻ, സൺസെറ്റ് യെല്ലോ, ബ്രില്യന്റ് ബ്ലൂ തുടങ്ങിയ രാസവസ്തുക്കൾ ശർക്കരയിൽ കലർത്തുന്നതായി അന്ന് പരിശോധനയിൽ തെളിഞ്ഞു. തുണികൾക്ക് നിറം നൽകുന്ന വസ്തുവാണ് റോഡമിൻ. ജില്ലയിലേക്കുള്ള ശർക്കര ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. നെയ്ക്കരപ്പെട്ടി, പളനി, ദിണ്ടിഗൽ എന്നീ മേഖലകളിൽ നിന്നുമെത്തുന്ന ശർക്കരയാണ് വിപണിയിലുള്ളത്. മാത്രമല്ല, ജില്ലയിൽ വ്യാപകമായി റോഡരികിൽ പ്രദർശിപ്പിച്ചും ഇവർ ശർക്കര വിൽപ്പന നടത്തുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം തമിഴ്നാട്ടിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. കുട്ടികൾക്കുള്ള കപ്പലണ്ടി മിഠായി തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങളിലും ശർക്കര ചേർക്കുന്നുണ്ട്. സിന്തറ്റിക് കളറടക്കം ചേർക്കുന്ന ശർക്കര ശരീരത്തിനകത്തെത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ചൂടുവെള്ളത്തിലോ പാലിലോ ഇട്ടുവെച്ച് ശർക്കരയിലെ മാലിന്യം കണ്ടെത്താം. 1 മിനിറ്റ് നേരത്തിന് ശേഷം നോക്കിയാൽ വെള്ളത്തിന്റെ നിറം മാറിയതായി കാണാം. നല്ല ശർക്കരയാണെങ്കിൽ നേർത്ത മഞ്ഞ നിറമായിരിക്കും. കടുത്ത മഞ്ഞ നിറം, ബ്രൗൺ, ഇളം ചുവപ്പ് തുടങ്ങിയ നിറമാണെങ്കിൽ മായം കലർന്നിട്ടുണ്ടെന്നർത്ഥം. മായം കലർന്ന ശർക്കരയാണെങ്കിൽ വെള്ളത്തിനടിയിൽ ധാരാളം മാലിന്യം ഊറിക്കിടക്കുന്നതും കാണാം. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. 5 പതിറ്റാണ്ടിലേറെ തൃശൂരിന്റെ പുലിക്കളി മഹോത്സവത്തിന്റെ പകരങ്ങളില്ലാത്ത ചാത്തുണ്ണി പുലി ഓർമ്മയായി. 78 വയസ്സായിരുന്നു. കല്ലൂരിലെ മകന്റെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. 2 വർഷം മുൻപ് നഗരത്തിലൂടെ നടക്കുന്നതിനിടെ വീണ് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് പുലിക്കളിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കുടവയറന്മാർക്കിടയിൽ വയറില്ലാത്തതും വയറിൽ പുലിമുഖമില്ലാത്തതുമായ പുലിയായിരുന്നു ചാത്തുണ്ണി. വയറും വലിപ്പവുമില്ലാത്ത ചാത്തുണ്ണിയാശാനായിരുന്നു എന്നും പുലിക്കളി ആഘോഷത്തിലെ പ്രധാനി. വയറിൽ പുലിമുഖമെഴുതാതെ ചുവടുവെക്കുന്ന പുലിയുമായിരുന്നു ചാത്തുണ്ണി. കൂടുതൽ തവണ പുലിവേഷമിട്ടും പുലികളുടെ കാരണവരായും റെക്കോർഡിട്ട ചാത്തുണ്ണി 16-ാം വയസ്സിലാണ് ആദ്യമായി പുലിവേഷമിട്ടത്. നൃത്തച്ചുവടും ചെണ്ടമേളവും എന്നും ഹരമായിരുന്നു. മാരാത്ത് മണിമേനോനാണ് പുലിവേഷമിടാൻ കാരണക്കാരൻ.
വരയൻ പുലിയാകാനാണ് ചാത്തുണ്ണി പുലിക്ക് എന്നും ഇഷ്ടം. തൃശൂരിലെ മിക്കവാറും പുലിക്കളി സംഘത്തിനു വേണ്ടി ചാത്തുണ്ണിയാശാൻ ചുവടുവെച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഉലക്കയിൽ ചുവടുവെച്ചും കാണികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. വയറുള്ളവർക്കും തടിയന്മാർക്കും മാത്രമല്ല മെലിഞ്ഞവർക്കും പുലികളാകാമെന്ന് മെയ്വഴക്കമുള്ള ചാത്തുണ്ണിയാശാൻ തെളിയിച്ചു. അയ്യന്തോൾ കർഷക നഗറിൽ സംഘടിപ്പിച്ച കാരുണ്യ സംഗമത്തിലെത്തിയ ചാത്തുണ്ണി ചക്രക്കസേരയിലും ആവേശം കൈവിടാതെ പുലിയാവേശം പങ്കുവച്ചത് മറക്കാനാവാത്ത ചിത്രമാണ്. പുലിച്ചുവടുകളിലെ താളത്തിന് അണുവിട വ്യത്യാസം വരാൻ ചാത്തുണ്ണിയിലെ പുലി അനുവദിച്ചില്ല. വ്രതം നോറ്റ് പുലിക്കളിക്കെത്തുന്ന ചാത്തുണ്ണിയാശാനെ പുലിക്കൊട്ട് എന്നും ഹരമായിരുന്നു. 6 പതിറ്റാണ്ടിലേറെക്കാലം തുടർച്ചയായി അദ്ദേഹം തൃശൂരിൽ നാലോണ നാളിൽ ചുവടുവെച്ചു. കുസൃതിയും പുലിവീര്യവുമായി ചുവടുവെക്കാൻ ഇനി ചാത്തുണ്ണിയില്ല. TCV തൃശൂർ. പുലിക്കളി എന്ന കലാരൂപത്തിന്റെ പൈതൃകവും തനിമയും കാത്തുപോകുന്ന തലമുറയിലെ അവസാന കണ്ണിയായിരുന്നു ചാത്തുണ്ണി. ഏക് ദിൻ കി സുൽത്താൻ എന്ന ഡോക്യുമെന്ററിയിൽ ആവിഷ്കരിക്കപ്പെട്ട ചാത്തുണ്ണിയുടെ ജീവിതത്തിലേക്ക്. ജീവിതം കൊണ്ട് യാതൊരു വീരത്വവും അവകാശപ്പെടാനില്ലാത്ത തികച്ചും സാധുവും സാധാരണക്കാരനുമായ ചാത്തുണ്ണിയെ പോലെ ഒരാൾ വർഷത്തിലൊരിക്കൽ പുലിയായി പകർന്നാടുന്നതിന്റെ കാര്യകാരണങ്ങളാണ് ഏക് ദിൻ കി സുൽത്താൻ പങ്കുവയ്ക്കുന്നത്. വ്രതം നോറ്റ് ഒരു അനുഷ്ഠാനം കണക്കെ പുലിയായി വേഷമിടുന്ന ചാത്തുണ്ണി വേഷം അഴിക്കുന്നത് വരെയുള്ള ഒരൊറ്റ ദിവസത്തെ കാഴ്ചകളാണ് ഡോക്യുമെന്ററിയിലുള്ളത്. ഫുട്ബോളിന്റെ താളവും പുലിക്കളിയുടെ താളവും ജീവശ്വാസമായിരുന്ന അനുഭവം, ഓലയ്ക്കമേൽ അഭ്യാസമാടിയിരുന്ന പുലി ഓർമ്മകൾ എന്നിവയ്ക്കൊപ്പം പുലിക്കളിയിൽ പെരുവയറൻ പുലികളുടെ കടന്നുവരവും ഫിഗറുകൾ വരയ്ക്കുന്ന പതിവും ചുവടുകൾ മറന്നതും റോഡ് ഷോയായി മാറിയതുമെല്ലാം അടങ്ങുന്ന തന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു പറയാൻ ഈ പച്ചമനുഷ്യൻ മടി കാണിച്ചില്ല. 6 ദശാബ്ദക്കാലം ചാത്തുണ്ണി തുടർച്ചയായി പുലിവേഷമിട്ടതിന്റെ റെക്കോർഡ് മറികടക്കാൻ ഇനി ആർക്കെങ്കിലും കഴിഞ്ഞെന്ന് വരില്ല. ചാത്തുണ്ണേട്ടനായിരുന്നു ആ കലയ്ക്ക് ഇപ്പോൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് താളാത്മകതയുണ്ടെന്നും ആ താളത്തിനനുസരിച്ചിട്ട് അത് നൃത്തം ചെയ്യുകയാണ്. നൃത്തമാണത് ശരിക്കും പറഞ്ഞാൽ പുലിക്കളി എന്നൊരു നൃത്തമാണ്. ആ നൃത്തം ആവിഷ്കരിക്കുന്ന രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അതുല്യ സംഭാവന ഉണ്ടായിരുന്നു. പുലിക്കളിയിൽ നിന്ന് എന്ത് നേടി എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ സ്നേഹവും പുലിയെന്ന പേരും കിട്ടിയില്ലേ എന്ന നിഷ്കളങ്ക മറുപടിയാണ് ചാത്തുണ്ണി പങ്കുവച്ചത്. എനിക്ക് പുലിക്കളിയിൽ നേട്ടം കിട്ടിയിരുന്നത് ജനങ്ങളെ പ്രീതി മാത്രം, അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല. മറ്റ് കലാരൂപങ്ങളിലെ വീരനായകന്മാർക്ക് ലഭിക്കുന്ന പട്ടും പകിട്ടും സാമ്പത്തിക ഭദ്രതയുമൊന്നും ചാത്തുണ്ണിയെ തേടിയെത്തിയില്ല. ചാത്തുണ്ണി അത് ആഗ്രഹിച്ചിട്ടുമില്ല. കൽപ്പണിക്കാരനായി ജീവിതം തുടർന്ന് സാധാരണക്കാരനായി ജീവിച്ചു മരിക്കുമ്പോഴും പുലിക്കളിയിലെ കാരണവർ എന്ന വിശേഷണം മാത്രമാണ് ഈ മനുഷ്യൻ സ്വന്തമാക്കിയത്. അതുമാത്രമായിരിക്കാം ഈ കലാകാരന്റെ ജീവിത സമ്പാദ്യവും. ഏത് തിരക്കിലും ഏത് ഇതിൽ പോയാലും അപ്പം വിളിച്ചു ആരെങ്കിലും ഒരാള് പുലി വിളിച്ചോട്ടെ, എനിക്ക് സന്തോഷമുള്ള എല്ലാ ആൾക്കാരും വിളിക്കേണ്ടല്ലോ. TCV ന്യൂസ് തൃശൂർ. ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് പണം തട്ടിയതായി പരാതി. സംഭവത്തിൽ സുരക്ഷിത യുണൈറ്റഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തു. ചന്ദ്രാപിന്നി സ്വദേശി സുഹറ അപ്പാർട്ട്മെന്റ്സിൽ ഉണ്ണികൃഷ്ണൻ എന്നയാളാണ് ട്രസ്റ്റിന്റെ നടത്തിപ്പുകാർക്കെതിരെ വലപ്പാട് പോലീസിൽ പരാതി നൽകിയത്. മാള സ്വദേശി നവാസ്, വലപ്പാട് ചന്തപ്പടി സ്വദേശി ചന്ദനപ്പറമ്പിൽ ഷാജി മുഹമ്മദ് എന്നിവരാണ് ഓൺലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നത്. 10,000 രൂപ നിക്ഷേപിക്കുന്നവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ 16,000 രൂപയായി തിരികെ അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. പണം തിരികെ ലഭിക്കാതായതോടെയാണ് പരാതിക്കാർ രംഗത്തെത്തിയത്. 25ഓളം പേരിൽ നിന്നായി 3 കോടിയോളം രൂപ വരെ ട്രസ്റ്റ് തട്ടിയെടുത്തതായി പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 32ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ TN പ്രതാപൻ MP പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ ഫറ, രാജശ്രീ, അമൽ എന്നിവർക്ക് കൈമാറി ലോഗോ പ്രകാശനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ ലോഗോയാണ് കലോത്സവ ലോഗോയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 19 മുതൽ 22 വരെയാണ് കലോത്സവം അരങ്ങേറുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം 5 വേദികളിലായാണ് കലോത്സവം നടക്കുക. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ട്രാഗ് ട്രാക്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ സമ്പൂർണ്ണ ഫാസ്ടാഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയതോടെയാണ് പാലിയേക്കരയിലും ട്രാക്കുകൾ വർദ്ധിപ്പിച്ചത്. ഡിസംബർ 1 മുതൽ ടോൾ പ്ലാസയിലെ 12 ട്രാക്കുകളും ഫാസ്ടാഗ് സംവിധാനത്തിലാകും. പ്രാദേശിക വാഹനങ്ങൾക്ക് നിലവിലുള്ള സൗജന്യ യാത്രാ പാസിന് ഒരു ട്രാക്ക് പ്രത്യേകമുണ്ടായിരിക്കും. ഫാസ്ടാഗ് പാസിനായി ടോൾ പ്ലാസയ്ക്ക് ഇരുവശത്തും 7 കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്.
ഗുരുവായൂർ ദേവസ്വം വൈദ്യുതി വിഭാഗത്തിൽ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് കാണാതായ സംഭവത്തിൽ CPM അനുകൂല യൂണിയനിലെ മുൻ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. വൈദ്യുതി വിഭാഗത്തിലെ AE KP വിനോദ് കുമാർ, ഫോർമാൻമാരായ K സതീഷ് കുമാർ, G രാജേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് ഭരണസമിതി നടപടി സ്വീകരിച്ചത്. മുൻ യൂണിയൻ നേതാവ് ദേവസ്വം ചെയർമാനെതിരെ ആരോപണമുന്നയിച്ച് CPM ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ കത്തിന്റെ പകർപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഭരണസമിതിയെ എതിർക്കുന്ന ഒരു വിഭാഗം CPM ജീവനക്കാരാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റർ SV ശിശിറിന്റെ പരാതിയിൽ ടെമ്പിൾ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒരു വിഭാഗം CPM അനുകൂല ജീവനക്കാർ ഭരണസമിതിക്കെതിരെ രംഗത്തെത്തി. മുനക്കക്കടവ് മത്സ്യബന്ധന വള്ളത്തിൽ നിന്ന് 400 കിലോ ഈയക്കട്ടകൾ മോഷണം പോയി. തിരുവത്ര ചുഴിരകത്ത് വാസുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ നിന്നാണ് വലയ്ക്ക് കനം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈയത്തിന്റെ 400 കിലോ വെയിറ്റ് മോഷണം പോയത്. വലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. യാത്രാ ദുരിതമൊഴിയാതെ ചാവക്കാട് പൊന്നാനി ദേശീയപാത കളക്ടർക്ക് അധികൃതർ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി. അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാതെ ദേശീയപാത അധികൃതർ. മഴ മാറിയാൽ കുഴികളടയ്ക്കുന്ന ജോലി ആരംഭിക്കുമെന്നാണ് തകർന്നു കിടക്കുന്ന റോഡ് സന്ദർശിക്കാനെത്തിയ കളക്ടർക്ക് ദേശീയപാത അധികൃതർ ഉറപ്പ് നൽകിയത്. എന്നാൽ മഴ മാറി ഒരാഴ്ച പിന്നിട്ടിട്ടും യാതൊരുവിധ പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. തൊട്ടപ്പുറത്ത് കപ്പരിക്കാട് മുതൽ പൊന്നാനി വരെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ റോഡിന്റെ അറ്റകുറ്റപ്പണി ഏതാണ്ട് പൂർത്തിയായി. മണത്തല മുതൽ മന്ദലാംകുന്ന് വരെയാണ് ഏറ്റവും അധികം കുഴികളുള്ളത്. ഇതിൽ തിരുവത്ര, അത്താണി അതിർത്തി, എടക്കടിയൂർ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ദിനംപ്രതി ഈ ചതിക്കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ്. രാത്രികാലങ്ങളിലാണ് ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്നത്. കുഴിയിൽ വെള്ളം നിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. നിരന്തരം പരാതിപ്പെട്ടിട്ടും സമരങ്ങൾ നടത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭ്യർത്ഥനയെ തുടർന്ന് കളക്ടർ റോഡിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് കാണാനെത്തിയത്. എന്നിട്ടും ഇപ്പോഴും റോഡിന്റെ തകർച്ചയും പൊടിശല്യവും അനുഭവിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരും യാത്രികരും. TCV ചാവക്കാട്. തൃശൂർ ഡിസ്ട്രിക്ട് പോലീസ് ആനുവൽ ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. രാമവർമ്മപുരം ആംഡ് റിസർവ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിൽ നടന്ന മീറ്റിൽ തൃശൂർ സബ് ഡിവിഷൻ 1ാം സ്ഥാനം നേടി. ചാലക്കുടി സബ് ഡിവിഷനാണ് 2ാം സ്ഥാനം. AR ക്യാമ്പ് തൃശൂർ 3ാം സ്ഥാനവും നേടി. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. സമാപനത്തോടനുബന്ധിച്ച് തൃശൂർ സിറ്റി കനൈൽ സ്ക്വാഡ് K9ലെ ഡോഗ്സിന്റെ പ്രകടനം ശ്രദ്ധേയമായി. സ്റ്റേറ്റ് പോലീസ് മീറ്റിൽ 1ാം സ്ഥാനം നേടിയ ഡെൽമ എന്ന ഡോഗ് ഒളിപ്പിച്ചുവെച്ച മയക്കുമരുന്ന് കണ്ടെത്തുന്ന അഭ്യാസം കാണികളുടെ കയ്യടി നേടി. ജില്ലയിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ച് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ 4ാമത് ദേശീയ സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. കേരളത്തിന് പുറത്തുനിന്നെത്തിയ 110 കോളേജ് വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നുള്ള 200ഓളം കോളേജ് വിദ്യാർത്ഥികളും 30 പേരുടെ സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. ജില്ലയിലെ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററുകൾക്ക് കീഴിലുള്ള രോഗികളെയാണ് ത്രിദിന സമ്മേളനത്തിന്റെ ഭാഗമായി കുട്ടികൾ സന്ദർശിച്ചത്. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് K രാജൻ നിർവഹിക്കും. 14 പ്ലീനറി സെഷനുകളും 8 സെഷനുകളും ഉൾപ്പെടുന്ന ബൃഹത് സമ്മേളനമാണ് 3 ദിവസമായി നടക്കുക. ചേർപ്പ് കോൾ മേഖലയിലെ പടവുകളിലേക്ക് കൃഷിവകുപ്പ് നൽകിയ നെൽവിത്ത് മുളയ്ക്കുന്നില്ലെന്ന് പരാതി. ചേർപ്പ് മേഖലയിലെ 1000ഓളം ഏക്കർ വരുന്ന പടവുകളിലാണ് നെൽവിത്ത് മുളയ്ക്കാത്തതിനാൽ കൃഷിയിറക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലായത്. കൃഷിവകുപ്പ് മുഖേന സീഡ് അതോറിറ്റി നൽകിയ നെൽവിത്ത് 40% മാത്രമാണ് മുളച്ചത്. ചേർപ്പ് ചേനം ജൂബിലി തേവർ പടവിലെ 1000 ഏക്കറോളം വരുന്ന പടവിൽ ലഭിച്ച 20,000 കിലോ ജ്യോതി നെൽവിത്താണ് മുളയ്ക്കാതെയിരിക്കുന്നത്. ഇതുമൂലം പടവ് കമ്മിറ്റി നെൽവിത്ത് കർഷകർക്ക് നൽകാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നെൽവിത്ത് മാറ്റി നൽകാൻ കൃഷിവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ട് 3 ആഴ്ചയായെങ്കിലും ഇതുവരെ മാറ്റി നൽകിയിട്ടില്ലെന്ന് പടവ് ജോയിന്റ് സെക്രട്ടറി TN ഉണ്ണികൃഷ്ണൻ പറയുന്നു. സമീപ പടവുകളിലും സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. എല്ലാ പടവുകളിലും കൃഷി ഇറക്കുന്നതിനായി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. നെൽകൃഷി ഇറക്കുന്നത് വൈകിയാൽ കൊടും ചൂടിൽ നെല്ല് കരിയുകയും വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. കൃഷി ഇറക്കുന്നത് അനിശ്ചിതമായി നീണ്ടാൽ വൻ നഷ്ടം സംഭവിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. TCV ചേർപ്പ്. ഇടവേള. Joe Salukas, jewelry for every generation.
വാർത്തകളിലേക്ക്. വിബ്ജിയോർ ചലച്ചിത്രമേള തൃശൂരിൽ തുടരുന്നു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ അരങ്ങേറുന്ന മഴവിൽ മേളയുടെ 2ാം ദിനത്തിൽ ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളുമാണ് പ്രദർശിപ്പിച്ചത്. ഫോക്കസ് ഓഫ് ദി ഇയർ, ഡയറക്ടേഴ്സ് പാക്കേജ്, വിബ്ജിയോർ തീം, റെട്രോസ്പെക്റ്റീവ്, ഷോർട്ട് ഫിക്ഷൻ എന്നീ വിഭാഗങ്ങളിലായാണ് പ്രദർശനം അരങ്ങേറുന്നത്. മേള ഞായറാഴ്ച സമാപിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ചലച്ചിത്ര അക്കാദമിക്കും ഹൈക്കോടതി നോട്ടീസ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സിനിമകളുടെ തിരഞ്ഞെടുപ്പിനെതിരെ ഒരു കൂട്ടം സംവിധായകർ നൽകിയ ഹർജിയിലാണ് ചലച്ചിത്ര അക്കാദമിക്കും സർക്കാരിനും ഹൈക്കോടതിയുടെ നോട്ടീസ്. തിരഞ്ഞെടുക്കപ്പെട്ടത് കച്ചവട സിനിമകൾ മാത്രമെന്നാണ് ആക്ഷേപം. സ്വതന്ത്ര സിനിമകൾ പട്ടികയിൽ ഇടം കിട്ടിയില്ലെന്നും പരാതിയുണ്ട്. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ 12 സിനിമകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ 92 സിനിമകൾ സെലക്ഷൻ കമ്മിറ്റിയുടെ മുന്നിലെത്തി. സംവിധായകൻ TV ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി 12 സിനിമകൾ തിരഞ്ഞെടുത്തതിൽ 6 കൊമേഴ്ഷ്യൽ സിനിമകളായി പോയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഞങ്ങൾ 8 പേര് ചേർന്നാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് 8 പേർക്ക് മാത്രമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അക്കാദമിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇത്തവണ അപ്ലൈ ചെയ്ത 8 ആളുകൾ എന്ന ബേസിസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഫിലിംസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സെലക്ഷൻ പാനൽസ് ഇല്ലീഗലാണെന്നുള്ള, അതായത് ആ പാനൽസിനകത്ത് തന്നെ അക്കാദമിയുടെ മെമ്പേഴ്സ് കയറിയിരിക്കുന്നു, ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്. മമ്മൂട്ടിയുടെ ഉണ്ട ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഈ 6 തിയേറ്ററുകളിൽ വിജയം നേടിയതും ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തതും DVD വരെ പുറത്തിറങ്ങിയതുമാണ് എന്നതാണ് സമാന്തര സിനിമാ പ്രവർത്തകരെ പ്രകോപിതരാക്കിയത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തില് 92 ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടത്. അതിൽ നിന്ന് 12 എണ്ണമാണ് ഇവർ തെരഞ്ഞെടുക്കേണ്ടത്. ആ 12 എണ്ണം തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്ത 12-ൽ 6 കൊമേഴ്ഷ്യൽ സിനിമകളാണ്. അപ്പൊ അത്തരം സിനിമകൾ അല്ല IFFKയിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് സമാന്തര സിനിമാ പ്രവർത്തകരെ ഒതുക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പരീക്ഷണ സിനിമകളെ ചവിട്ടിത്താഴ്ത്തുന്ന നടപടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ S. സുനിൽകുമാർ, മുൻ IFFK മേളകളിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന സന്തോഷ് ബാബുസേനൻ, തിരസ്കരിക്കപ്പെട്ട ജലസമാധി എന്ന സിനിമയുടെ സംവിധായകൻ വേണു നായർ, പ്രതാപ് ജോസഫ്, മുറിവുകൾ പുഴയാകുന്നു സിനിമയുടെ സംവിധായകൻ PK സുനിൽനാഥ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധി സമാന്തര സിനിമാ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറയിലെ എടത്താടൻ ഗ്രാനൈറ്റ്സിന്റെ ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിവരുന്ന സമരം 83 ദിവസം പിന്നിട്ടു. കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോടശ്ശേരി മലയോരത്തെ കുന്നിനു മുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറിയും ക്രഷറും സമാന രീതിയിലുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഇടയാക്കുമെന്ന ഭീതിയാണ് നാട്ടുകാരെ കുഞ്ഞാലിപ്പാറയിലെ ഖനന പ്രവർത്തനങ്ങൾക്കെതിരെ സമരരംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. തികച്ചും സമാധാനപരമായ മാർഗത്തിലൂടെയാണ് സമരം തുടരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും സമുദായ പരിഗണനകൾക്കും അതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിച്ച് ക്രഷർ അടച്ചുപൂട്ടാനുള്ള നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ജിയോളജി വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മയെ തുടർന്ന് ഇവിടത്തെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കുഞ്ഞാലിപ്പാറയിലെ ക്രഷറും ക്വാറിയും എന്നേക്കുമായി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡ് ഗ്രാമസഭയും വിവിധ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സാംസ്കാരിക സംഘടനകളും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, TN പ്രതാപൻ MP, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ, സാമൂഹ്യ പ്രവർത്തകരായ CR നീലകണ്ഠൻ, K. വേണു, പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി സംസ്ഥാന കൺവീനർ ബാബുജി തുടങ്ങിയവരും കുഞ്ഞാലിപ്പാറ സമരപന്തൽ സന്ദർശിക്കാനെത്തിയിരുന്നു. ക്രഷർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെ അടക്കമുള്ളവരെയും നേരിട്ട് കണ്ട് ജനങ്ങളുടെ ആശങ്ക അറിയിക്കുകയും ഭീമഹർജി കൈമാറുകയും ചെയ്തു. ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച നിലപാടിലാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി പ്രവർത്തകർ. TCV ന്യൂസ്, കൊടകര. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായവുമായി ഗീതാ ഗോപി MLA. നാട്ടിക ബീച്ച് സ്വദേശി അന്തിക്കാട്ട് വീട്ടിൽ സുനിൽകുമാറിനാണ് TCV വാർത്തയെ തുടർന്ന് ചികിത്സാ സഹായം ലഭ്യമായത്. കാത്തിരിപ്പിനൊടുവിൽ പിറന്ന അരുമ കുഞ്ഞിനെ കണ്ണിറയെ കണ്ട് താലോലിക്കാനാകാതെ രോഗശയ്യയിലാണ് നാട്ടിക ബീച്ച് അന്തിക്കാട്ട് വീട്ടിൽ സുനിൽകുമാർ. 6 മാസമായി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലാണ് ചികിത്സ. സുനിൽകുമാർ ശനിയാഴ്ച അടിയന്തര പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാവുകയാണ്.
ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം വലപ്പാട് വട്ടപ്പരുത്തിയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. ശുശ്രൂഷിക്കാൻ മാതാപിതാക്കളായ രാമൻകുട്ടിയും തങ്കയും സഹോദരൻ സതീഷ് എന്നിവർക്കൊപ്പം പ്രത്യേക പരിചരണത്തിന് മെയിൽ നഴ്സിന്റെ സേവനവും. കഴിഞ്ഞ മെയ് 23-നായിരുന്നു സുനിൽകുമാറിന്റെ ദുരിത ജീവിതം TCV വാർത്തയിലൂടെ പുറത്തുവരുന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസും സഹായം അഭ്യർത്ഥിച്ചെത്തി. വിഷയത്തിൽ ഗീതാഗോപി MLA നടത്തിയ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നടപടികൾ വേഗത്തിലാക്കി. മുഖ്യമന്ത്രി അനുവദിച്ച 75,000 രൂപയുടെ ചികിത്സാ സഹായം MLAയിൽ നിന്ന് സുനിൽകുമാറിന്റെ സഹോദരൻ സതീഷ് ഏറ്റുവാങ്ങി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി VV പ്രദീപ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. തൃപ്രയാറിലെ പെയിന്റ് കടയിൽ ജോലി ചെയ്തിരുന്ന സുനിൽകുമാർ ഭാര്യ വീട്ടിലേക്കുള്ള ബൈക്ക് യാത്രക്കിടെ ഹെർബർട്ട് കനാൽ പാലത്തിനരികെ ഗെയിൽ പൈപ്പിലിടിച്ചായിരുന്നു അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, തൃപ്രയാർ. ജനാധിപത്യ മര്യാദയനുസരിച്ച് തൃശൂർ കോർപ്പറേഷന് ഭരണത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ LDF ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലീൽ ജോൺ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ, മുൻ മേയർമാരായ IP പോൾ, രാജൻ ജെ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. രാപ്പകൽ സമരം ശനിയാഴ്ച സമാപിക്കും. അരണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അയ്യന്തോളിലെ പുതിയ സോണൽ ഓഫീസ് ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് മേയർ അജിത വിജയൻ അറിയിച്ചു. കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മേയർ ഇക്കാര്യം വ്യക്തമാക്കിയത്. 30,75 ലക്ഷം രൂപ ചെലവഴിച്ച് 4 നില കെട്ടിടമാണ് നിർമ്മിക്കുക. 2 ഓഡിറ്റോറിയവും 12 ഗസ്റ്റ് റൂമും അടക്കമുള്ള കെട്ടിട സമുച്ചയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മന്ത്രി AC മൊയ്തീൻ നിർമ്മാണോദ്ഘാടനവും മന്ത്രി VS സുനിൽകുമാർ എഗ്രിമെന്റ് കൈമാറ്റവും നിർവഹിക്കും. കോർപ്പറേഷൻ അയ്യന്തോൾ സോണൽ ഓഫീസിന്റെയും പ്രിയദർശിനി ഹാളിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച നടക്കുന്ന ടാഗോർ സെന്റിനറി ഹാൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷം. കൌൺസിൽ അനുമതി വാങ്ങാതെയാണ് വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കളായ MK മുകുന്ദൻ, ജോൺ ഡാനിയൽ എന്നിവർ വ്യക്തമാക്കി. സർക്കാരിന്റെയും കൌൺസിലിന്റെയും അനുമതിയില്ലാതെ 100 കോടി രൂപ വായ്പയെടുക്കുന്നതിനെതിരെ പ്രതിപക്ഷം നൽകിയ പരാതി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് MP TN പ്രതാപനും വിട്ടുനിന്നേക്കും. ഉദ്ഘാടന വേദിയിലേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകൾ മുടക്കീഴിൽ ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ഗുരുവായൂർ നെന്മിനിയിൽ തമിഴ്നാട് സ്വദേശിനിയായ വയോധികയെ കൂടെ താമസിക്കുന്ന യുവാവ് കണ്ണാടിച്ചില്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. നെന്മിനി ബലരാമ ക്ഷേത്രത്തിന് സമീപം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിജയ്ക്കാണ് കുത്തേറ്റത്. മുഖത്തും നെറ്റിയിലും പരിക്കേറ്റവരെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തൈക്കാട് സ്വദേശി മേലതിൽ പാതി രാധാകൃഷ്ണനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നനാളം കരിഞ്ഞുണങ്ങിയിട്ടും ക്യാൻസറിനെ അസാമാന്യ ചങ്കൂറ്റത്തോടെ നേരിട്ട ലാൽസൻ വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. സ്റ്റെഫി എന്ന പ്രിയതമയുടെ സ്നേഹപരിചരണങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങളുടെ പ്രാർത്ഥനകൾക്കും ആ വിടവാങ്ങൽ തീരാ ദുഃഖമായി. ചാഴൂർ പഞ്ചായത്തിലെ പുള്ള സ്വദേശിയായ ചിറമ്മൽ വീട്ടിൽ ലാൻസനാണ് വിധിയുടെ പ്രഹരങ്ങളെ ചങ്കൂറ്റത്തോടെ നേരിട്ടിരുന്നത്. ബഹ്റിനിൽ ജോലിയുണ്ടായിരുന്ന ലാൻസൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് താടിയിൽ തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണുന്നത്. പരിശോധനയിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ചികിത്സ. 30 റേഡിയേഷൻ നടത്തി. ഐഡിൻ തെറാപ്പിയും നടത്തി. എന്നാൽ റേഡിയേഷന്റെ കാഠിന്യത്താൽ ഈ യുവാവിന്റെ അന്നനാളം വെന്ത് കരിഞ്ഞു. ഉമിനീരിറക്കാനും ഇദ്ദേഹത്തിനായിരുന്നില്ല. അതികഠിനമായ വേദനയുടെ നാളുകളിലും ലാൽസന്റെ മനോവീര്യം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പലതവണ വാർത്തയായി. TCV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ലാൽസന്റെ കഥനകഥയറിഞ്ഞ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ലാൽസന് ചികിത്സാ സഹായങ്ങളെത്തി. റേഡിയേഷൻ, നിരവധി ശസ്ത്രക്രിയകൾ, കീമോ തുടങ്ങിയവ ശരീരത്തെ തളർത്തിയെങ്കിലും ലാൽസന് അവസാന ശ്വാസം വരെ ആത്മവീര്യം നഷ്ടപ്പെട്ടിരുന്നില്ല. ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച രാവിലെ ലാൽസൻ ജീവിതത്തോട് വിട പറഞ്ഞത്. ഒരു മാലാഖയെപ്പോലെ ആ വേദന നിറഞ്ഞ ജീവിതത്തിന് താങ്ങായി നിന്ന ഭാര്യ സ്റ്റെഫിക്കും മകൻ ഇവാനും ഇനി കണ്ണീരോർമ്മകൾ മാത്രം ബാക്കി. TCV, അന്തിക്കാട്.
സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ പുന്നിയൂർക്കുളം കമല സുരയ്യ സമുച്ചയത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ തിരഞ്ഞെടുത്ത 50ഓളം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സാഹിത്യ ശില്പശാലയ്ക്ക് തുടക്കമായി. സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബി ഇക്ബാൽ, ഡോക്ടർ ഖദീജ മുംതാസ്, പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് ട്രോഫിയിൽ കേരളം ശനിയാഴ്ച നിർണായക പോരാട്ടത്തിനിറങ്ങുന്നു. മത്സരം അരങ്ങേറുന്നത് കോഴിക്കോടാണെങ്കിലും ചങ്കെടുപ്പ് തൃശൂരിലാണ്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളം ശനിയാഴ്ച തമിഴ്നാടിനെ നേരിടാനൊരുങ്ങുകയാണ്. ആദ്യ മത്സരത്തിൽ ആന്ധ്രയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തറപ്പറ്റിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് കേരളം മത്സരത്തിനിറങ്ങുന്നത്. ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ടീമിനെ പരിശീലിപ്പിക്കുന്നത് 2 തൃശൂർ സ്വദേശികളാണ്. ചീഫ് കോച്ച് ബിനോ ജോർജിനും അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമനും തമിഴ്നാടുമായുള്ള പോരാട്ടം ഏറെ നിർണായകമാണ്. തൃശൂർ ആൽക്കാസ് കോച്ചിംഗ് ക്യാമ്പിലൂടെ ജോസഫ് റൈസ് എന്ന കോച്ചിന്റെ ശിക്ഷണത്തിൽ വളർന്ന് സെന്റ് തോമസ് കോളേജ് ടീമിലൂടെയാണ് ഇരുവരും പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് ചുവടുവെച്ചത്. ബിനോ ഗോകുലം FC-യുടെയും പുരുഷോത്തമൻ FC കേരളയുടെയും പരിശീലകനാണ്. തൃശൂരിൽ നിന്നുള്ള 7 താരങ്ങളാണ് ഇത്തവണ കേരള ടീമിലുള്ളത്. ഒല്ലൂർ സ്വദേശിയായ MS ജിതിൻ, അവണൂർ സ്വദേശിയായ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, കരുവന്നൂർ സ്വദേശി മൗസൂഫ് നൈസാം, സെന്റ് തോമസ് കോളേജ് താരമായ റോഷൻ വി ജിജി, ആന്ധ്രയുമായുള്ള മത്സരത്തിൽ ഗോൾ നേടിയ ചാലക്കുടിക്കാരൻ വിപിൻ തോമസ്, മുളകുന്നത്താവ് സ്വദേശി ജിജോ ജോസഫ്, എരുമപ്പെട്ടി സ്വദേശി ഋഷിദത്ത് എന്നിവരാണ് തൃശൂരിൽ നിന്നുള്ള കേരള ടീമിന്റെ പടക്കുതിരകൾ. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരെന്ന നിലയിൽ സന്തോഷ് ട്രോഫിയിലെത്തി യോഗ്യതാ റൗണ്ടിൽ തോറ്റുമടങ്ങിയതിന്റെ ക്ഷീണം ഇത്തവണ പരിഹരിക്കുക എന്നതാണ് കോച്ച് ബിനോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ടീമിന്റെ ആദ്യ കടമ്പ. കഴിഞ്ഞ ദിവസം നടന്ന യോഗ്യതാ മത്സരത്തിൽ തമിഴ്നാട് ആന്ധ്രയെ 1-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. അതിനാൽ തമിഴ്നാടിനെ സമനിലയിൽ തളച്ചാൽ പോലും ഗോൾ ശരാശരിയിൽ കേരളത്തിന് ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കാനാകും. എന്നാൽ മികച്ച വിജയത്തോടെ തമിഴ്നാടിനെ തറപ്പറ്റിച്ച് മിസോറാമിൽ നടക്കുന്ന ഫൈനൽ റൗണ്ടിലേക്ക് ചുവടുവയ്ക്കാനാണ് തൃശൂരിന്റെ ചുണക്കുട്ടികളുടെ ശ്രമം. TCV ന്യൂസ്, തൃശൂർ. പാരലൽ കോളേജ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ തുല്യത സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിഫ്മി ജോഷി അധ്യക്ഷത വഹിച്ചു. മേയർ അജിത വിജയൻ മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് RS ബഷീർ, ജില്ലാ സെക്രട്ടറി സന്ധ്യ റാണി, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ അമ്മയും മകനും കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മകൻ മരിച്ചു. കാളമുറി പടിഞ്ഞാറ് പുളിക്കൽ വീട്ടിൽ പോൾ മകൻ 38 വയസ്സുള്ള റോയാണ് മരിച്ചത്. അമ്മ ആനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനകത്തെ 2 കിടപ്പുമുറികളിലായാണ് ഇരുവരെയും കൈയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബവുമൊത്ത് കാനഡയിലായിരുന്നു റോയ് കഴിഞ്ഞയാഴ്ച നാട്ടിലെത്തിയത്. റോയിയുടെ ഭാര്യയും മക്കളും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ലൂർദ് മെത്രോപൊലിത്തൻ കത്തീഡ്രൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള രൂപം എഴുന്നള്ളിക്കലും മരിയൻ സമർപ്പണവും നടന്നു. അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോസ് ചാലക്കൽ, സഹവികാരിമാരായ ഫാദർ ജോമോൻ പൊന്തക്കൻ, ഫാദർ ജോസ് കാച്ചപ്പള്ളി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകളും തിരുനാൾ ദിനമായ ഞായറാഴ്ച ബസലിക്ക ദേവാലയത്തിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പും നടക്കും. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ റീടാറിംഗ് പുനരാരംഭിച്ചു. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പൊയ്യാലോ കോളേജിലെ റാഗിംഗ് വിവാദം കേസ് എടുക്കേണ്ടതില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തിട്ടില്ലെന്ന ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണിത്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ച KSRTC ഡ്രൈവറുടെ ലൈസൻസിന് അയോഗ്യത. നോർത്ത് പറവൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുകയായിരുന്ന ഡ്രൈവർ ഷാനിലിന്റെ ലൈസൻസാണ് 1 മാസത്തേക്ക് അയോഗ്യത കൽപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ചലച്ചിത്ര നടി മഞ്ജു വാര്യരുടെ മൊഴി കോടതി രേഖപ്പെടുത്തി. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. വിപണിയിൽ മായം കലർന്ന ശർക്കര സുലഭം. ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്താൻ തുടർ പരിശോധനകളും കൂടുതൽ സംഘങ്ങളും വേണമെന്ന ആവശ്യം ശക്തം. പുലിക്കളി കലാകാരൻ ചാത്തുണ്ണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. വിട പറഞ്ഞത് പുലിക്കളിയിലെ കാരണവർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത
നിങ്ങൾക്കായി സമർപ്പിച്ചത്. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.